ഹലോ. അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് വന്നപ്പോഴാണ് പുറത്ത് നല്ല പേമാരി. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ചൂട് ചായ കുടിച്ചാലോ? അങ്ങനെ നേരെ വിട്ടു അടുക്കളയിലേക്ക്. പക്ഷെ കടിക്കാനൊന്നും ഇല്ലാത്ത കാരണം എന്തുണ്ടാക്കുമെന്ന് ആലോചിച്ചപ്പോഴാണ് നമുക്കൊരു തട്ടിക്കൂട്ടി കാരാലപ്പം ഉണ്ടാക്കിയാലോ? നമ്മുടെ ഭാഷയിൽ ഉണ്ണിയപ്പം. അങ്ങനെ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു 3 പഴവും അതിലേക്ക് ഒരു ഗ്ലാസ് ആട്ടപ്പൊടിയും ഒരു ഗ്ലാസ് അരിപ്പൊടിയും കുറച്ച് റവയും ചേർത്തിട്ട് കുറച്ച് പഞ്ചസാരയും ഇട്ടിട്ട് ഒരടി അങ്ങ് അടിച്ചു കൊടുത്തു. അതിലേക്ക് കുറച്ച് ഈസ്റ്റും കൂടെ ചേർത്ത് ഒരു അരമണിക്കൂർ വെച്ചപ്പോൾ ദേ നമ്മുടെ മാവ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ചുട്ടെടുത്താലോ? അങ്ങനെ ഒരു കാരാലപ്പത്തിൻ്റെ ചട്ടിയൊക്കെ വെച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഞാനിതാ നല്ല ചൂടോടെ അങ്ങ് ചുട്ടെടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. കാത്തിരുന്ന് കാത്തിരുന്ന് മുഷിഞ്ഞാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ തട്ടിക്കൂട്ട് ഉണ്ണിയപ്പം, ഉണ്ണിയപ്പമെന്നോ കാരാലപ്പമെന്നോ അല്ലെങ്കിൽ തട്ടിക്കൂട്ട് അപ്പമെന്നോ എന്ത് വേണേലും വിളിക്കാം. അങ്ങനെ ചൂട് കാപ്പിയുടെ കൂടെ നല്ല പെരുമഴയത്ത് നല്ല സൂപ്പറായി കഴിച്ചു.